നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ട് ബിഗസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ കമന്റിലും അതുപോലെ തന്നെ വാട്സപ്പിലും കോളൊക്കെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് WFME അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ US പോകാൻ WFME ആണോ വേണ്ടത്, ECFMG ആണോ വേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വിത്ത് പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോന്നും അതിന്റെ അതോറിറ്റിയിൽ വെരിഫൈ ചെയ്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും A to Z ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയരുത്. നിങ്ങളെ ലൈഫിനെ സംബന്ധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്ത് പോരുത്. നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് WFME അക്രഡിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് WFME അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു. അതായത് ഇപ്പം താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് WFME അക്രഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെയും യൂട്യൂബ് വീഡിയോയിലും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ WFME അക്രഡിറ്റേഷൻ എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തല്ലോ അതൊന്ന് കണ്ടിട്ട് വരും. ഇനി ഉസ്ബെക്കിസ്ഥാനിൽ WFME അക്രഡിറ്റേഷൻ കൊടുക്കുന്ന രണ്ട് ഏജൻസികളാണുള്ളത്. അപ്പൊ അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ പോയിട്ട് WFME അക്രഡിറ്റേഷൻ ഏജൻസി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏജൻസീസിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ലിസ്റ്റ് 2021 ഇറക്കിയേക്കുന്നതാണ്. രണ്ടാമത്തെ ലിസ്റ്റ് കാണാൻ പറ്റും, അത് 2023 ഇറക്കിയേക്കുന്നതാണ്. അപ്പൊ ഇതാണ് ലേറ്റസ്റ്റ് ലിസ്റ്റ്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ ഏജൻസികളാണ് ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതെന്നുള്ള മനസ്സിലാവും. ഇതിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് രണ്ട് ഏജൻസികൾ കാണാൻ പറ്റും. അതായത് ഒന്നാമത്തത് IAARഉം രണ്ടാമത്തത് ECAQA ആണ്. അപ്പോൾ IAAR എന്ന് പറയുന്നത് സെൻട്രൽ ഏഷ്യയിലും അതുപോലെ തന്നെ ബെലറസിലും റൊമാനിയയിലും റഷ്യയിലും എല്ലാം അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു വലിയ ഏജൻസിയാണ്. രണ്ടാമത്തെ ഏജൻസി എന്ന് പറഞ്ഞാൽ NCAQA എന്ന് പറഞ്ഞാൽ കസാഖിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ ഈ രണ്ട് ഏജൻസികളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് അക്രഡിറ്റേഷൻ കിട്ടിയാൽ തന്നെ WFME അക്രഡിറ്റേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് WFME അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് IAAR നിന്നാണ്. അപ്പോൾ ഇതിന്റെ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന്റെ ഒരു സെറിമണി ജൂൺ 7 താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയിൽ കണ്ടക്ട് ചെയ്തതിന്റെ ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ യൂണിവേഴ്സിറ്റി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സിറ്റിന്റെ ചാനലുകളിലൊക്കെ അവർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒഫീഷ്യലി IAAR ആയിട്ട് വെരിഫൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ IAAR ഒന്ന് വിളിച്ചു. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് IAAR എന്ന് അടിച്ചു കഴിഞ്ഞാൽ IAARന്റെ വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. IAAR.agency എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ അവരുടെ കോൺടാക്ട് നമ്പർ കാണാൻ പറ്റും. അപ്പോൾ ഈ കോൺടാക്ട് നമ്പറിലേക്കാണ് ഞാൻ അവരെ വിളിച്ചത്. നിങ്ങൾക്കും വിളിച്ചു നോക്കാം, നമ്പർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊന്ന് ടെലഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്യാവുന്നുള്ളത്. ടെലഗ്രാമിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്ത സമയത്ത് അവരെനിക്ക് വെരിഫിക്കേഷൻ തന്നു. അതായത് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ WFME അക്രഡിറ്റേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു. താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് WFME അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. IAARന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ WFME ചെക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിയുടെ WFME നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു സാധനം ഒഫീഷ്യലി വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് താഷ്കന്ത് മെഡിക്കൽ അക്കാഡമിക്ക് WFME അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് WFME അക്രഡിറ്റേഷൻ ആണോ ECFMG അക്രഡിറ്റേഷൻ ആണോ US പോകാൻ വേണ്ടത് എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിൽ ECFMG ഇല്ലാതെ WFME മാത്രമുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അതുപോലെ WFME ഇല്ലാതെ ECFMG മാത്രമുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പൊ ഇതിൽ ഏതിലൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് US പോകാൻ പറ്റുക എന്നുള്ള ഒരു സംശയം ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലും വീഡിയോസ് ആയിട്ടൊക്കെ പല രീതിയിൽ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ തരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കൺഫ്യൂഷൻസ് ഒക്കെ ശരിക്കും വരുന്നത് ECFMG മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 ശേഷം USMLE എക്സാം എഴുതാൻ WFME വേണം എന്നുള്ള രീതിയിൽ. നമ്മുടെ ഇന്ത്യയുടെ PIBയുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ NMCയുടെ വെബ്സൈറ്റിലൊക്കെ NMC പോലും പറഞ്ഞിട്ടുണ്ട് WFME ഉണ്ടെങ്കിലേ US പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെ തന്നെയാണോ അല്ലയോ, അതായത് WFME വേണോ US പോകാൻ ECFMG മതിയോ എന്നുള്ള കാര്യം ശരിക്കും നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് NMCയോടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ PIBയോടോ ഒന്നും ചോദിച്ചിട്ടല്ല, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോനോടൊന്നും അല്ല. കാര്യം അതൊക്കെ ഇന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. NMC എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മെഡിക്കൽ റെഗുലേറ്ററി ബോഡിയാണ്. അപ്പൊ ഇന്ത്യയോടല്ല ചോദിക്കേണ്ടത് US പോകാൻ ECFMG ആണോ WFME ആണോ എന്നുള്ളത്. അത് ചോദിക്കേണ്ടത് USനോടാണ്, USMLEയോടാണ്. ഈ ഒരു കാര്യം ഞാൻ മുന്നേ USMLEനോടും ECFMGനോടൊക്കെ മെയിൽ അയച്ച് വെരിഫൈ ചെയ്താണ്. അവർ എന്നോട് പറഞ്ഞത് WFME വേണം 2024 ശേഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരു റൂൾ ഇറക്കിയിരുന്നു. പക്ഷെ ആ റൂൾ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ഇനി മുതൽ WFME ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ മെയിലിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ അവരുടെ നമ്പറിലേക്ക് വിളിച്ച് ഇപ്പൊ തന്നെ അതെങ്ങനെയാണ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ള കൂടെ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് USMLE എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ WFME അക്രഡിറ്റേഷൻ വേണമെന്ന് പറയുന്നത്. അപ്പൊ USMLEയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് വിളിച്ചു നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിലേക്ക് പോയിട്ട് USMLE എന്ന് എഴുതി കഴിഞ്ഞാൽ USMLE.org എന്ന് പറഞ്ഞ USMLEയുടെ വെബ്സൈറ്റ് കിട്ടും. അതിലേക്ക് പോയിട്ട് ഇതിന്റെ ഏറ്റവും താഴെ കോൺടാക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഈ കോൺടാക്ടേഴ്സ് ക്ലിക്ക് ചെയ്യാം.
ഈ കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ USMLE സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതേപോലെ തന്നെ NBME ഉണ്ട്. രണ്ടിന്റെയും നമ്പർ ഒന്നാണെന്നുള്ളത് നമുക്ക് കാണാം. അതായത് USMLE എക്സാമിനേഷൻ നടത്തുന്നത് NBME ആണ്, അതുകൊണ്ടാണ് രണ്ടിനും ഒരേ നമ്പർ. നമുക്ക് NBME ഒന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്യാണ്, നിങ്ങൾക്ക് ഈ നമ്പർ കാണാൻ പറ്റും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ NBME വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് 0 ആണ് പ്രസ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഏതാണോ പ്രസ് ചെയ്യാൻ പറയുന്നത് അത് പ്രസ് ചെയ്ത് കോൾ കണക്ട് ചെയ്യാം. അതായത് USMLE ID നമ്പർ ഉണ്ടെങ്കിൽ +1, അല്ലെങ്കിൽ കേസ് ഉണ്ടെങ്കിൽ +2 ഞെക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനാണ്. നമുക്കതില്ലാത്തതുകൊണ്ട് നമുക്ക് നോക്കാം. Good afternoon and thank you for calling. This is Mia. How may I help you? Okay, I just call you to clarify a doubt. Actually, the college does not have ECFMG sponsor note in WDOMS, but it have WFME accreditation. Is it possible to write USMLE examination? So that may be a question for ECFMG directly. They may be able to assist you further. If you'd like, I can transfer you to their line and provide you with their phone number in case they're unavailable. Okay, it's okay. I will connect to ECFMG and I will clarify my doubt. അപ്പോൾ ഞാനിപ്പോൾ NBME വിളിച്ചത്. NBME ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിന്റെ മുന്നേയും വിളിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇതേ റെസ്പോൺസ് തന്നെയാണ് അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളല്ല ഇത് തീരുമാനിക്കുന്നത്, ഇത് തീരുമാനിക്കുന്നത് ECFMG ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ECFMG വിളിച്ചോളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ECFMG കൂടെ വിളിക്കാം. അതിന് നമുക്ക് ആദ്യം ഗൂഗിളിൽ പോയിട്ട് ECFMG എന്ന് സെർച്ച് ചെയ്യാം. ECFMG സെർച്ച് ചെയ്താൽ ECFMG.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും താഴെ നമ്മൾ നേരത്തെ പോയ പോലെ തന്നെ കോൺടാക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് കോൺടാക്ട്സ് ഉണ്ട്. കോൺടാക്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾറെഡി ഞാൻ ECFMGക്കും WFMEക്കൊക്കെ മെയിൽ അയച്ച് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ കോൾ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഓൺ ആയിട്ട് വെരിഫൈ ചെയ്യാം. As a commitment to quality assurance, your call will be recorded. ECFMGയിൽ നമ്മളെ മെനു ഒന്നുമില്ല, ഡയറക്റ്റ് കണക്ട് ആവുന്നുണ്ട്. Good afternoon, ECFMG. This is Atiana. Can you provide your USMLE ID number? Actually, I don't have USMLE ID number. I just call you to verify an information regarding USMLE examination. How can I assist you? Okay, if I am studying in a medical school which does not have ECFMG sponsor note in WDOMS, but it have WFME accreditation, is it possible to write USMLE examination? No. So keep in mind that in order for you to be eligible to pursue ECFMG certification, your medical school must be listed in the World Directory of Medical Schools. It needs to have an ECFMG sponsor note. And if there is a sponsor note, your graduation year must be included in the sponsor note. All 3 requirements must be met. Okay, thank you very much. അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചത് ECFMGയിലാണ്. ECFMGയിൽ വിളിച്ച സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ WDOMSൽ നമ്മുടെ സ്പോൺസർ നോട്ടിൽ ECFMG ഉണ്ട് എന്ന് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് USMLE എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് തന്നെ അവരെനിക്ക് മെയിലിലും വെരിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് വെരിഫൈ ചെയ്യാം. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഓൺ ആയിട്ട് വിളിച്ചിട്ട് ഇത് ചോദിക്കാം. ആരുടെയും വാക്ക് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് US അല്ലെങ്കിൽ കാനഡയിൽ പോയിട്ട് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി WDOMSൽ പോവുക. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റി ഏത് കൺട്രിയിലാണോ കൺട്രി ചൂസ് ചെയ്യുക. എന്നിട്ട് ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോൺസർ നോട്ട് ഉണ്ടാവും. ആ സ്പോൺസർ നോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ECFMG ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ECFMG ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് US പോയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ECFMG നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലാണ് US പോയി വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ US വർക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് US പോയി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി WDOMSൽ പോയിട്ട് അതിൽ സ്പോൺസർ നോട്ടിൽ ECFMG ഉണ്ടോ നോക്കുക. ഈ ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ തഷ്കന്ത് മെഡിക്കൽ അക്കാഡമി, സമർകന്ത് സ്റ്റേറ്റ്, ആൻഡിജാൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് തഷ്കന്ത്, ഇമ്പൾസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കരകൽ പാകിസ്ഥാൻ, ബുഖാറ സ്റ്റേറ്റ്, സെക്കൻഡ് താഷ്കന്ത്, സെൻട്രൽ ഏഷ്യൻ, താഷ്കന്ത് മെഡിക്കൽ അക്കാഡമി, തെർമസ് ബ്രാഞ്ച്, അതുപോലെ തന്നെ താഷ്കന്ത് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, താഷ്കന്ത് സ്റ്റേറ്റ് ഡെന്റൽ അക്കാഡമി, അർഗഞ്ച് ബ്രാഞ്ച് ഓഫ് താഷ്കന്ത്. അതായത് ഇത്രയും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് US പോയി വർക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം WFME ഉണ്ടായതുകൊണ്ട് ഒരു കാര്യമില്ല. ECFMG ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് US പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ECFMGനെ കുറിച്ചിട്ടും WFMEനെ കുറിച്ചിട്ടും ഏതൊക്കെ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് US പോയി വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടും താഷ്കന്ത് യൂണിവേഴ്സിറ്റിക്ക് WFME കിട്ടി എന്നുള്ള അപ്ഡേറ്റും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലേക്ക് വിളിക്കാം, അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യാം. അപ്പോൾ അബ്രോഡ് MBBS നോക്കുന്ന അല്ലെങ്കിൽ അബ്രോഡ് MBBS ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.